എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ SCERT ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാം ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിക്കാൻ പോണത് SCERT ക്ലാസ് 5ന്റെ പാർട്ട് 1 നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ SCERT ക്ലാസ് 5ന്റെ പാർട്ട് 2 ഒരു ചെറിയ സെഷനാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് അരച്ച് കലക്കി കുടിച്ചു പോവാം. ക്ലാസ് 5ന്റെ ക്വസ്റ്റ്യൻസ് ഇന്നലെ പഠിപ്പിച്ചത് ഇന്നലെ തന്നെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ് 10 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്ത കുട്ടികൾ അതും കൂടെ കണ്ട് പഠിച്ചേക്കണം. നോക്കൂ, ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഇതില് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കൃതിയെ കുറിച്ച് പറയുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാർ നമുക്കറിയാം, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ തുള്ളൽ, ഓട്ടൻ, ശീതങ്കൻ, പറയൻ, അങ്ങനെ 3 രീതിയിലുള്ള തുള്ളലുണ്ട്. ഇതില് ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ നിന്നെടുത്ത വരികളാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ധ്രുവചരിതം. അപ്പൊ ചോദിക്കും, കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏത് എന്ന് പറഞ്ഞിട്ട് കല്യാണ സൗഗന്ധികം, അങ്ങനെ ഇങ്ങനെ കുറച്ച് ഘോഷയാത്ര, സ്യമന്തകം എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒരുപാട് കൃതികൾ ഉണ്ടല്ലോ. അതിൽ തന്നെ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ധ്രുവചരിതം ശീതങ്കൻ തുള്ളൽ. ആരുടേതാണെന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാരുടേതാണ്, മറന്നു പോയേക്കരുത്. ഇനി ഏറെ പ്രശസ്തമായ വരികളാണ്: മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഗ്രാമത്തിന്റെ ഭംഗിയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇത് ആരുടെ വരികളാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചങ്ങമ്പുഴയുടെ വരികളാണ്. ഓർത്തുവെക്കണേ, ചങ്ങമ്പുഴയുടെ വരികളാണ്, ഓർത്തുവെക്കണം. ഇനി കുറച്ച് കടങ്കഥകൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ് എങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ? ഒരവസരത്തില് നമ്മുടെ PSC മലയാളത്തിലെ കടങ്കഥയിൽ നിന്ന് ചോദ്യങ്ങൾ വരുമായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഞെട്ടില്ല വട്ടയില്ല എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ടുള്ളതാണ്. എന്താണ് ഇങ്ങനെയെന്ന് വിചാരിക്കരുത്. ഇത് 5ാം ക്ലാസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. ഒന്ന് പറഞ്ഞു തന്നെ, എന്താ ഞെട്ടില്ല വട്ടയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഞെട്ടില്ല വട്ടയില്ല പപ്പടമാണ് അല്ലെ? ഒരു സെക്കൻഡ്, എന്റെ കർസർ ഇറങ്ങുന്നില്ല, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. സെറ്റ്. ഞെട്ടില്ല വട്ടയില എന്താ? ഞെട്ടില്ല വട്ടയില കിണറാണ് അല്ലെ? ഞെട്ടില്ല വട്ടയില എന്ന് പറഞ്ഞാൽ കിണറല്ല, ഞെട്ടില്ല വട്ടയില പപ്പടമാണ്. എനിക്ക് എപ്പോഴും മാറിപ്പോവും. മുറ്റത്ത് ചെപ്പിനടപ്പില്ല എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് കിണർ. കറക്റ്റ് ആണ്. മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്ന് പറഞ്ഞാൽ കിണറാണ്, കളിയാക്കരുത്. ഞെട്ടില്ല വട്ടയില എന്ന് പറഞ്ഞാൽ പപ്പടാണ്. കറക്റ്റ് ആണ്. ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട. എന്താ അത്? ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട എന്ന് പറഞ്ഞാൽ എന്താ? കടുകാണ് അല്ലെ? നമ്മൾ വെളിച്ചെണ്ണയിലേക്കൊക്കെ ചൂടാക്കിയിട്ട് ഇട്ടിട്ട് ഇട്ടേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കൂലേ? അപ്പൊ ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട. കാളകിടക്കും കയറോടും. എന്താ കാളകിടക്കും കയറോടും എന്ന് പറഞ്ഞാല് മത്തൻ അല്ലെങ്കിൽ കുമ്പളമാവാം. മത്തനും മത്തവള്ളിയുമാണ്. കാരണം മത്തങ്ങ ഉണ്ടായി കിടക്കും, അതിന്റെ വള്ളി ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും. അതുകൊണ്ട് മത്തനും മത്തവള്ളിയും എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് കാളകിടക്കും കയറോടും എന്നതിന് പറയാറുള്ളത്. അടിക്കാത്ത മുറ്റം. അടിക്കാത്ത മുറ്റം രണ്ടുത്തരം ഞങ്ങൾ പറയാറുണ്ട്. ആദ്യത്തേത് ആകാശം എന്ന് പറയും, ചിലര് റോഡ് എന്ന് പറയും. പക്ഷെ റോഡ് നമ്മൾ അടിക്കുമല്ലോ, അപ്പൊ അത് നമുക്ക് കൂട്ടണ്ട, ആകാശം മാത്രം കൂട്ടിയാൽ മതി. അടുത്തത് ഉച്ചിക്കുടുമൻ ചന്തയ്ക്ക് പോയി. ഉച്ചിയിൽ കുടുമയുള്ളവൻ ആരാണത്? കൈതച്ചക്കയാണ്. കറക്റ്റ് ആണ്. ഉച്ചിക്കുടുമൻ ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞാല് കൈതച്ചക്ക. കറിക്ക് മുമ്പൻ ഇലയ്ക്കു പിമ്പൻ. അതായത് കറികളില് ഇത് മുന്നിലായിരിക്കും, പക്ഷെ ഇലയുടെ ആവശ്യം ആണെങ്കിൽ നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതെന്തായിരിക്കും? കറിവേപ്പിലയാണ് അല്ലെ? കറിവേപ്പില ഇടാത്ത കറി അത്ര പോരാന്ന് നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കരുത്, വിഷത്തിലൊക്കെ അങ്ങനെ തന്നെ മുക്കിയെടുത്ത് കൊണ്ടുവരാനാണെന്നൊക്കെ പറയും. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ പച്ചമുളക് ആയിക്കോട്ടെ കറിവേപ്പില ആയിക്കോട്ടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കിക്കിലുക്കും കിലുകിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. എന്താ അത്? കിക്കിലുക്കും കിലുകിലുക്കും ഇങ്ങനെ ഉത്തരത്തിൽ ചത്തിരിക്കും എന്ന് പറഞ്ഞാൽ താക്കോൽ കൂട്ടമാണ് കേട്ടോ. താക്കോൽ കൂട്ടമാണ്, താക്കോൽ കൂട്ടമാണ്. കറക്റ്റ് ആണ്. പിന്നാലെ വന്നവൻ മുന്നാലെ പോയി. എന്താ അത്? പിന്നാലെ വന്നവൻ മുന്നാലെ പോയി എന്ന് പറഞ്ഞാൽ പല്ലാണ്, നമ്മുടെ പല്ലാണ് കേട്ടോ. പിന്നാലെ വന്നവൻ മുന്നാലെ പോയി എന്ന് പറഞ്ഞാല് പല്ലാണ് ഉത്തരമായിട്ട് വരുന്നേ. കൊക്കിരിക്കും കുളം വറ്റി വറ്റി. പണ്ട് കാലത്ത് റാന്തൽ വിളക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ലേ? നിലവിളക്ക് ആയിക്കോട്ടെ റാന്തൽ വിളക്ക് നമ്മൾ എണ്ണ ഒഴിക്കും, എന്നിട്ട് എണ്ണ ഇങ്ങനെ വറ്റി 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 വറ്റിപ്പോവും എന്നുള്ളതാണ്. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല. എന്താ അത്? പാവയ്ക്കയാണ് അല്ലെ? പാവയ്ക്ക അഥവാ കൈപ്പയ്ക്കയാണ്. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല എന്ന് പറയുന്നേ. ആന കേറാമല ആളു കേറാമല
ആയിരം കാന്താരി പൂത്തിറങ്ങി നക്ഷത്രമാണ് അല്ലെ. ആന കേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി നക്ഷത്രമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ അവര് ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഇട്ടേക്കാം. ഇനി നോക്കൂ, വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയുടെ അറകളാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ അറയിൽ കയറിയിരിക്കുന്നത് ആരാണ്? ബഷീറാണ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണ്. സർപ്പയജ്ഞം എന്ന അദ്ദേഹത്തിന്റെ കൃതി ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക, ഇതില് പരാമർശിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, കുറച്ച് വാക്കുകൾ നമ്മൾ നോക്കാൻ പോവാണ്. ചിണുക്കി എന്ന പദം അർത്ഥമാക്കുന്നത് കുടുക്കി എന്നാണ് കേട്ടോ. ചിണുക്കി എന്ന് പറഞ്ഞാല് നാടൻ ഭാഷ പോലെ ആയിരിക്കാം. ചിണുക്കി എന്ന് പറഞ്ഞാല് കുടുക്കി എന്നാണ്, ഓർത്തു വെക്കണം. ചെങ്കുത്തായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെങ്കുത്തായ പാറ എന്നൊക്കെ പറഞ്ഞാല് കീഴ്ക്കാൻ തൂക്കാണ് അല്ലെ. കീഴ്ക്കാൻ തൂക്കായിട്ട് നിൽക്കുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ നേരെ കുത്തനെയുള്ളത് എന്നർത്ഥത്തിലൊക്കെ നമുക്ക് ചെങ്കുത്തായ മലനിര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, അതുകൊണ്ട് അർത്ഥമാക്കുന്നു. അടുത്ത നോക്കൂ, ചെപ്പ്, അടപ്പുള്ള ചെറിയ പാത്രം. പണ്ടേ നമ്മൾ സ്കൂളിലേക്ക് ചോറും കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ കറികൾ ഇടാൻ, അച്ചാറിടാൻ, അതുപോലെ അമ്മ നമുക്ക് ഇങ്ങനെ പപ്പടം കുനുകുനാന്ന് കീറി കീറി വറുത്തിട്ടൊക്കെ ഒരു കുഞ്ഞി ചെപ്പിലിട്ട് തരില്ലേ. അടപ്പുള്ള ചെറിയ പാത്രത്തിനെയാണ് നമ്മൾ ചെപ്പ് എന്ന് പറയുന്നേ. ചെമ്പിച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പിച്ച എന്ന് പറഞ്ഞാൽ ചെമ്പിന്റെ നിറമുള്ളത് കേട്ടോ, ചെമ്പിന്റെ നിറമുള്ളത് എന്നർത്ഥത്തിലാണ്. ഞെട്ട് നമുക്കറിയാം, അതൊന്നും പറയേണ്ട ആവശ്യമില്ല, പൂവിന്റെയും കായന്റെ ഒക്കെ ഞെട്ട് എന്ന് നമുക്കറിയാം. ഞൊറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സാരിയൊക്കെ നമ്മൾ ഞൊറി വിട്ടുടുക്കൂലെ, അതായത് വസ്ത്രത്തിൽ ഉണ്ടാക്കുന്ന മടക്കിനെയാണ് നമ്മൾ ഞൊറിവുകൾ എന്ന് പറയുന്നേ. ഞൊറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് ഓർത്താൽ മതി. ഇത് നോക്കിക്കോളൂ, തണ്ടിക പാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിത്തൂക്കിയ പാവയാണ് കേട്ടോ. കെട്ടിത്തൂക്കിയ പാവേനെയാണ് നമ്മൾ തണ്ടിക പാവ എന്ന് പറയുന്നത്. അത് അങ്ങനെ ഉപയോഗിച്ച് കാണാത്തതാണ്, അപ്പൊ അതൊന്ന് നോക്കി വെച്ചോ. തണ്ടിന് രണ്ട് രീതിയിൽ ഇവിടെ വരുന്നത്, നമ്മുടെ വഞ്ചി തുഴയുന്ന തുഴി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പങ്കായം എന്ന അർത്ഥത്തിലൊക്കെ തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ തണ്ടിലേറ്റുക എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് പല്ലക്കിലേറ്റുക എന്നാണ്. തണ്ടിലേറ്റുക എന്നൊരു മലയാള ശൈലിയുണ്ട്. എന്താണ് അതിന്റെ മീനിങ്? അപ്പോ തണ്ടിലേറ്റുക എന്ന് പറഞ്ഞാല് പല്ലക്കിലേറ്റുക എന്നാണ്. അപ്പൊ അത് ഉയർന്ന സ്ഥിതിയിലാകുക എന്നാണ് അല്ലെ. തണ്ടിലേറ്റുക എന്ന് പറഞ്ഞാല് ഉയർന്ന സ്ഥിതിയിലാകുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി തള്ളി വരുന്നത്, വെള്ളം ഇങ്ങനെ തള്ളി വരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തിയോടെ വരും എന്നാണ്. തെളിച്ചം പ്രകാശമാണ് അല്ലെ. പ്രകാശം, പ്രസന്നത എന്നർത്ഥത്തിലൊക്കെ തെളിച്ചം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഓർത്തു വെച്ചോട്ടാ. ദശാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ദർഭമാണ്. ദശാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ദർഭം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാരുണം, അതിദാരുണമായ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നത് എന്നാണ്, കറക്റ്റ് ആണ്. പറ്റു വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പറ്റു വിളിക്കുക, അത് കുഴൽ വിളിക്കുക എന്നാണ് അല്ലെ. പറ്റു വിളിക്കുക എന്ന് പറഞ്ഞാല് കുഴൽ വിളിക്കുക എന്നാണ്. പള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറാണ്, കറക്റ്റ് അല്ലേ. പള്ള എന്ന് പറഞ്ഞാല് വയറാണ്, ഓർത്തിരിക്കണേ. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് അധികം ഇല്ല എന്നുള്ളതാണ്. തണ്ടിലേറ്റുക എന്ന ശൈലിയുടെ അർത്ഥം ഉയർന്ന സ്ഥിതിയിലാവുക എന്നാണ്. തണ്ടിന് പല്ലക്കെന്ന അർത്ഥമുണ്ട്. അതുകൂടാതെ തുഴ അല്ലെങ്കിൽ പങ്കായം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇതിൽ എന്താ പോർക്കാനുള്ളത്? പിന്നൊന്നുമില്ല, ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അടുത്തത് നോക്കിയേ, പിമ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പൻ എന്ന വാക്കിന്റെ വിപരീതമാണ് പിമ്പൻ അല്ലെ. മുമ്പൻ എന്ന വാക്കിന്റെ വിപരീതമാണ് പിമ്പൻ. പിമ്പൻ എന്ന് പറഞ്ഞാൽ പിന്നിൽ നിൽക്കുന്നവനാണ്, കറക്റ്റ് ആണ്. പെരിയ എന്ന് പറഞ്ഞാൽ എന്താ? പെരിയ വലിയ എന്നുള്ള അർത്ഥത്തിലാണ്, കറക്റ്റ് ആണ്. വമ്പൻ നമ്മൾ വമ്പനാണ്, അവൻ വമ്പനാണ് കേട്ടോ, അവൻ കേമനാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ വമ്പൻ എന്നുള്ള അർത്ഥത്തിൽ ജസ്റ്റ് പറയും. മരതകം നമുക്കറിയാം, നവരത്നങ്ങളിൽ ഒന്നാണ്. പച്ച നിറമുള്ള രത്നമാണ് അല്ലെ. പച്ച നിറമുള്ള രത്നമാണ് മരതകം, നമുക്കറിയാം. മലരണിക്കാട് എന്താ? മലരണിക്കാട് പൂക്കളൊക്കെ നിറഞ്ഞ മനോഹരമായ ഒരു കാടിനെയാണ് നമ്മൾ മലരണിക്കാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണ്ടുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മണ്ടുക അത് ഓടുക എന്നാണ് കേട്ടോ. മണ്ടുക എന്ന് പറഞ്ഞാൽ ഓടലാണ്. മാരുതൻ എന്താണ്? മാരുതൻ കാറ്റാണ്. ബാക്കി പര്യായങ്ങൾ പറ. അനിലനാണ് അല്ലെ, വള്ളിയുള്ളതാണ് അനിലൻ. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? കാറ്റ്, അഗ്നി, അയ്യടാ കംപ്ലീറ്റ് കഴിയുന്നോയി പറഞ്ഞ. മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്, കാറ്റത്ത് വള്ളി ആടും, അനിലനാണ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും?
മാരുതന്റെ പര്യായങ്ങൾ കുറച്ചെണ്ണം പറഞ്ഞേ. കാറ്റ്, അനിലൻ, പിന്നെ നമുക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റുന്നേ? വായു, അത്തരം അർത്ഥത്തിലൊക്കെ നമ്മൾ പറയും അല്ലെ. വായു എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ പറയും. കറക്റ്റ് ആണ്. മാരുതൻ, അതുകൊണ്ടല്ലേ വായുപുത്രനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നേ? മാരുതി, ഹനുമാൻ എന്ന് വിളിക്കുന്നേ. അപ്പൊ ഇതൊക്കെ കാറ്റിന്റെ പര്യായങ്ങളാണ്, ഓർത്തു വെച്ചാൽ മതി. മിഴി നമ്മുടെ കണ്ണാണ്. അക്ഷി, നയനം, നേത്രം എന്നൊക്കെ പറഞ്ഞ പര്യായങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയടാ, മുഞ്ഞി എന്ന വാക്കിനർത്ഥം മുഖം എന്നാണ് കേട്ടോ. മുഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖമാണ്. കറക്റ്റ് ആണ്. മുമ്പൻ നേരത്തെ പഠിച്ച വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. പിമ്പന്റെ വിപരീതമാണ് മുമ്പൻ. മുന്നിൽ എത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഭയങ്കര മുഴുപ്പാണെന്ന് പറഞ്ഞാൽ വണ്ണം എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. വമ്പിച്ചത് എന്ന് പറഞ്ഞാൽ വലിയത് എന്നാണ്. വലഞ്ഞു, നടന്ന് വലഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തളർന്നു എന്നുള്ള അർത്ഥത്തിൽ പറയും. വിരുദൻ ആരാണ്? വിരുദൻ കേമൻ അല്ലെങ്കിൽ സമർത്ഥൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ അല്ലെ. കേമൻ, സമർത്ഥൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അറിയാലോ. വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ ഒരാളെ ആഹ്വാനം ചെയ്യുന്നതിനെയാണ് വെല്ലുവിളിക്കുക എന്ന് പറയാ. ഇതൊന്ന് നോക്കിക്കോളൂ. ലസൽ എന്ന് പറഞ്ഞാൽ ലസിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന എന്നതാണ് കേട്ടോ. ലസൽ എന്ന വാക്കിനർത്ഥം ലസിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന എന്നാണ്. ശീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണിയാണ് അല്ലെ, വസ്ത്രം. ശീല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കാനുള്ളത് പിമ്പന്റെ വിപരീതം മുമ്പനാണ്. മരതകം പച്ച നിറത്തിലുള്ള രത്നമാണ്, ഓർത്തിരിക്കണം. മണ്ടുക എന്ന് പറഞ്ഞാൽ ഓടുകയാണ്. കാറ്റിന്റെ പര്യായങ്ങള് അനിലൻ, വായു, മാരുതൻ ഒക്കെയാണ്. മാരുതൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അതിന്റെ പര്യായങ്ങളാണ്, ഓർത്തു വെച്ചിരിക്കണം. മുഞ്ഞി മുഖമാണ്. പിന്നെ ഇവിടെ വിരുദൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ, കേമൻ, മിടുക്കൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലസൽ എന്ന് പറഞ്ഞാൽ ലസിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. ഒന്ന് പറഞ്ഞേ ഈ വാക്കുകൾ. ചിണുക്കി എന്ന് പറഞ്ഞാൽ എന്താ? ചിണുക്കി എന്ന വാക്കിനർത്ഥം നമ്മൾ എന്താ പറഞ്ഞ? കുടുക്കി എന്നാണ് അല്ലെ. ചിണുക്കി എന്ന് പറഞ്ഞാല് കുടുക്കി എന്നാണ് നമ്മൾ പറയുന്നത്. ചെങ്കുത്തായതെന്ന് പറഞ്ഞാല് കിഴക്കാം തൂക്കാണ് അല്ലെ. കിഴക്കാം തൂക്കായത്. വേം 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 പറയണേ. കിഴക്കാം തൂക്കായത്, അതിനെയാണ് ചെങ്കുത്ത് എന്ന് പറയുന്നത്. ചെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെപ്പ് മൂടിയുള്ള, പറഞ്ഞേ, മൂടിയുള്ള ചെറിയ പാത്രത്തിനെയാണ് നമ്മൾ ചെപ്പ് എന്ന് പറയുന്നത്. ചെമ്പിച്ച എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്പിച്ച ചെമ്പിന്റെ നിറമുള്ളതാണ് അല്ലെ. ചെമ്പിന്റെ നിറമുള്ളതാണ് ചെമ്പിച്ചത് എന്ന് പറയുന്നത്. ഞെട്ടെന്ന് പറഞ്ഞാല് ഈ പൂക്കളുടെയും കായകളുടെയും ഒക്കെ അറ്റത്തുണ്ടാകുന്ന ആ ഭാഗത്തിന് ഞെട്ടെന്ന് പറയും. ഞൊറി എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രത്തിന്റെ മടക്കാണ് അല്ലെ. വസ്ത്രത്തിന്റെ മടക്കിനെ ഞൊറി എന്ന് നമ്മൾ പറയും. തണ്ടികപ്പാവ എന്ന് പറഞ്ഞാൽ എന്താണ്? തണ്ടികപ്പാവ എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കെട്ടിത്തൂക്കിയ പാവയാണ്. കറക്റ്റ് ആണ്. തണ്ടികപ്പാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെട്ടിത്തൂക്കിയ പാവയാണ് അല്ലെ. കെട്ടിത്തൂക്കിയ പാവനെ തണ്ടികപ്പാവ എന്ന് പറയും. തണ്ടിനെ നമ്മൾ രണ്ട് രീതിയിൽ പറയും. പല്ലക്ക് എന്നുള്ള അർത്ഥത്തിലും നമ്മൾ പറയും. അതുകൂടാതെ തുഴ അല്ലെങ്കിൽ പങ്കായം എന്നുള്ള അർത്ഥത്തിലും പറയും. പിന്നെ ഇവിടെ ദശാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ദശാന്തരം എന്ന് പറഞ്ഞാല് സന്ദർഭമാണ്. കറക്റ്റ് ആണ് കേട്ടോ. ദശാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ദർഭം എന്നാണ്. ദാരുണം, നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത്. പറ്റു വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ ഇങ്ങനെ കുഴല് വിളിക്കൂല, അതിനാണ് പറ്റു വിളിക്കുക എന്ന് പറയുന്നത്. പള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറാണ്. കറക്റ്റ് ആണ്. പിമ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? പിമ്പൻ പിന്നിൽ നടക്കുന്നവനാണ് അല്ലെ. പിന്നിൽ നിൽക്കുന്നവൻ, നടക്കുന്നവനൊക്കെ നമ്മൾ പിമ്പൻ എന്ന് പറയും. പെരിയ എന്ന് പറഞ്ഞാല് വലിയതാണ്. ബമ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? ബമ്പൻ, അത് വമ്പൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും. മരതകത്തിന്റെ നിറം ഏതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? മരതകത്തിന്റെ നിറം പച്ച നിറമാണ്. കറക്റ്റ് ആണ്. മലരണിക്കാട് എന്ന് പറഞ്ഞാൽ എന്താ? മലർ എന്ന് പറഞ്ഞാൽ തന്നെ പൂക്കളാണ്. പൂക്കൾ നിറഞ്ഞ കാടിന് മലരണിക്കാട് എന്ന് പറയും. മണ്ടുക എന്ന് പറഞ്ഞാൽ എന്താ? മണ്ടുക ഓടുക എന്നാണ്. കറക്റ്റ് ആണ്. മാരുതൻ ആരാണ്? മാരുതൻ അത് കാറ്റാണ്. കറക്റ്റ് ആണ്. മിഴി കണ്ണിന്റെ പര്യായമാണ് എന്ന് നമുക്കറിയാം. മുഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താ? മുഞ്ഞി മുഖമാണ് അല്ലെ. മുഞ്ഞി എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് നമ്മൾ എന്താ പഠിച്ചിരുന്നേ? മുഖമാണ്. കറക്റ്റ് ആണ്. മുമ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പൻ മുന്നിൽ നടക്കുന്നവനെയാണ് മുമ്പൻ എന്ന് പറയുന്നത്. മുഴുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വണ്ണമാണ് അല്ലെ. മുഴുപ്പ് എന്ന് പറഞ്ഞാൽ വണ്ണമാണ്. വലഞ്ഞു എന്ന് പറഞ്ഞാല് തളർന്നു, ക്ഷീണിച്ചു, അയർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്യുക. വാടാ 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെല്ലുവിളിക്കില്ലേ, അതിനെയാണ്. ലസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലസൽ ലസിക്കുക അല്ലെങ്കിൽ ശോഭിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ലസൽ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്.
ശീലയാണെങ്കിൽ അത് തുണിയാണ്. അപ്പൊ കുഞ്ഞൊരു സെഷനാണ്. ഇതോടുകൂടി നമ്മളുടെ ക്ലാസ് 5 തീരാണ്. വരാൻ സാധ്യതയുള്ള എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നോർമൽ വാക്കും കൂടി എടുത്തിടാൻ കാരണം എല്ലാത്തിൽ കൂടെയും നിങ്ങളൊന്ന് കടന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഈ സെഷനിലൊക്കെ എല്ലാ വാക്കും നമുക്ക് അറിയുന്നതാണ്, പക്ഷെ ഇന്ന വാക്കുകൾ അതിൽ വരുന്നുണ്ട്, ഇതിന്റെ അർത്ഥം ഇതാണ്, ഒന്നും കൂടെ ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് എല്ലാം കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ധ്രുവചരിതം ശീതങ്കൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടേതാണ് എന്ന് നമ്മൾ പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കൃതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ കൃതിയുടെ പേരെന്തായിരുന്നു? അത് സർപ്പയജ്ഞമാണ്. കറക്റ്റ് ആണ്. പിന്നെ ഇതിന്റെ അകത്ത് ഇത്രയും വാക്കുകളാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സും ഇതും കൂടെ SCERT ക്ലാസ് 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ഡേ, അതായത് നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് ക്ലാസ് 6 വീണ്ടും വരാം. താങ്ക് യു ഡിയേഴ്സ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.